ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു റെസിപ്പി എന്ന് പറയുന്നത് കണ്ണൂരുകാരുടെ പ്രിയപ്പെട്ട കച്ച് എന്ന് പറയുന്ന ഒരു പിക്കിൾസ് പോലുള്ള ഒരു ചെറിയ ഒരു റെസിപ്പിയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നിങ്ങൾക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്നത് നമ്മുടെ ലൊട്ട എന്ന് പറയുന്ന സാധനത്തിൻ്റെ കൂടെ കൂട്ടാം. അതുകൂടാതെ ചിപ്സിൻ്റെ കൂടെ, കുക്കുംബറിൻ്റെ കൂടെ, അങ്ങനെ സമൂസയുടെ കൂടെ, അങ്ങനെ എല്ലാറ്റിൻ്റെ കൂടെയും കൂട്ടാൻ പറ്റുന്ന നല്ലൊരു കച്ച് എന്ന് പറയുന്ന സാധനമാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് അടുത്തതായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. മെയിനായിട്ട് ഇതിന് വേണ്ടത് പുളിയാണ്. പുളി ഒരു കുറച്ച് വെള്ളത്തിൽ ഇത് കുതിർത്ത് വെക്കുക ഒരു 20 മിനിറ്റോളം. എന്നതിന് ശേഷം പിന്നെ വേണ്ടത് നമുക്ക് കറി ലീവ്സ്, അതായത് മല്ലിച്ചപ്പ് വേണം, അതുപോലെ കറിവേപ്പില വേണം, പിന്നീട് ചില്ലി പൗഡർ, പിന്നെ ഗ്രീൻ ചില്ലി, അതുകൂടാതെ വെളുത്തുള്ളി, പിന്നെ തക്കാളി, പിന്നെ കുറച്ച് ഉപ്പ് വേണം, ഷുഗർ വേണം, പഞ്ചസാര. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ആദ്യമായി നമ്മൾ ഒരു വെള്ളത്തിൽ കുതിർത്ത് വെച്ച പുളി നന്നായിട്ട് വെള്ളത്തിൽ അങ്ങോട്ട് ശരിക്കത് പൊടിച്ചെടുക്കുക അതിൽ വെള്ളത്തിൽ. എന്നിട്ട് അത് ഒരു അരിപ്പ് വെച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുക. അതിലേക്ക് പിന്നെ വെളുത്തുള്ളി ചേർക്കുക, വെളുത്തുള്ളി അതിലേക്ക് ഇടുക. അതിനുശേഷം നമുക്ക് ഈ പച്ചമുളക് നന്നായി ഉടച്ച് അത് ഇതിൻ്റെ കൂടെ ചേർക്കുക. അത് പിന്നീട് മുളക് പൊടി 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണോ നമുക്ക് ഉപയോഗിക്കാം. അത് നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ഉപയോഗിക്കാം. പിന്നീട് നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് തക്കാളി നന്നായിട്ട് ഉടച്ച് ചേർക്കുക. അത് കൈകൊണ്ട് തന്നെ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കൈകൊണ്ട് ശരിക്ക് കൈകൊണ്ട് ഉടച്ച് അതിലേക്ക് ചേർക്കുക. എന്നാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് ശരിക്ക് വരുള്ളൂ ഇങ്ങോട്ട്. പിന്നെ അത് ശരിക്കും ഉടക്കുക, അതിൻ്റെ കൂടെ ഉടച്ച് ചേർക്കുക. പിന്നെ ഇവിടെ നമ്മൾ മല്ലിച്ചപ്പ്, നേരത്തെ മാറ്റി വെച്ച മല്ലിച്ചപ്പ്, അതുകൂടാതെ കറിവേപ്പില, അതും കൈകൊണ്ട് ശരിക്കും ഉടച്ച് ഇതിലേക്ക് ചേർക്കുക. ഏറ്റവും നല്ലത് സ്പൂണൊക്കെ മാറ്റിയിട്ട് നമ്മൾ ശരിക്കും കൈകൊണ്ട് തന്നെ അത് അങ്ങോട്ട് ഉടക്കുന്നതായിരിക്കും അതിന് നല്ലത്. എന്നാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും കൂടുള്ളൂ. ശരിക്കും നന്നായിട്ടത് കുറച്ച് സമയം കൈകൊണ്ട് ഉടക്കുക. അതിനുശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂണോ 1/2 ടേബിൾ സ്പൂണോ ഉപ്പ് അതിൽ ചേർക്കുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഈ ഉപ്പും പഞ്ചസാരയും ചേർക്കേണ്ടത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്ര അളവിൽ അത് വേണമെന്നുള്ളത്. ശരിക്കും ഈ സാധനം ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനം കക്കരിൻ്റെ കൂടെ അല്ലെങ്കിൽ ചിപ്സിൻ്റെ കൂടെ, അതുമല്ലെങ്കിൽ നമുക്ക് സമൂസേൻ്റെ കൂടെ ഒക്കെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു വിഭവമാണ്.